അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു ജീവിതം. ലൈഫിൽ നല്ല സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. എന്താണ് ഈ സന്തോഷകരമായ ഒരു ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് ഒരു വലിയ വീടുണ്ടാകലാണോ? അല്ലെങ്കിൽ നമുക്ക് നല്ല കൂടിയ കാറുണ്ടാകലാണോ? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മക്കൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നല്ല ഉദ്യോഗസ്ഥരായ മക്കളാണോ? അങ്ങനെ പിന്നെ നല്ല ജോലിയുള്ള ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള പിന്നെ മക്കളാകലാണോ, ഉണ്ടാകലാണോ? എന്താണ് ഒരു മാനദണ്ഡം? ശരിക്കും പറഞ്ഞാൽ സന്തോഷകരമായ ഒരു ജീവിതം എന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് കാരണം ഒരുപാട് ആളുകളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് പരിചിതരായ പല ആളുകളെയും ഇതുപോലെ വീടുള്ള, കാറുള്ള, ഉദ്യോഗസ്ഥരായ മക്കളുള്ള, പുറമേ നിന്ന് നോക്കുമ്പം എല്ലാ നിലയിലും റിച്ച് എന്ന് തോന്നുന്ന ചില ആളുകൾ അവരുമായി അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇവരകത്തേക്ക് നമ്മൾ അവരോട് അടുത്ത് ചെല്ലുമ്പോഴേക്ക് അവരുടെ വിഷയങ്ങൾ നമ്മൾ ചോദിച്ചറിയുമ്പോഴും അവർ നമ്മളോട് ആ വിഷയങ്ങൾ പങ്കുവെക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പലരുടെയും ജീവിതം വളരെ പ്രയാസത്തിലുള്ള ജീവിതമാണ്. മാനസികമായി അവർക്ക് യാതൊരു സന്തോഷമില്ലാത്ത ആളുകളാണ്. ചിലപ്പോൾ അവർക്ക് മക്കളെ കൊണ്ട് പുറമേ അവർ ഉദ്യോഗസ്ഥരായ മക്കളാണെങ്കിലും പക്ഷെ മക്കളൊന്നും അവരെ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാത്ത, ശരിക്കും ശ്രദ്ധിക്കാത്ത, നോക്കാത്ത മക്കളാണ്. അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചില ആളുകൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോവുകയും അല്ലെങ്കിൽ അതുപോലെ മറ്റ് പല അസുഖങ്ങൾ കൊണ്ട് മാനസികമായി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. പുറമേ നിന്ന് നമ്മൾ കാണുമ്പോൾ റിച്ച് ഫാമിലിയാണ് എന്ന് മനസ്സിലാക്കിയ പലരുടെയും ജീവിതം വളരെ പ്രയാസപ്പെട്ടുള്ള ജീവിതമാണ്. അവർക്ക് മാനസികമായി യാതൊരു സന്തോഷവും ലഭിക്കുന്നില്ല എന്നത് അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വത്തും മുതലും ഉണ്ടാകലോ, വലിയ വീടുണ്ടാകലോ, ഉദ്യോഗസ്ഥരായ മക്കളുണ്ടാകലോ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ UK അല്ലെങ്കിൽ കാനഡയിലാണ് എന്ന് പറയാൻ പറ്റുന്നതോ, ഇതൊന്നുമല്ല നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹത്തോടെ നമുക്ക് കഴിയാൻ പറ്റുകയാണെങ്കിൽ, നമ്മളെ മക്കളോട് നമുക്ക് മക്കളെ സ്നേഹിക്കുവാനും മക്കൾക്ക് നമ്മളെ സ്നേഹിക്കാനും കഴിയുന്നുവെങ്കിൽ, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കുവാനും ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും കഴിയുന്ന ഒരു ജീവിതമാണെങ്കിൽ, വലിയ ആഡംബരമില്ലാത്ത വീടാണെങ്കിലും ആർഭാടമില്ലാത്ത ഭക്ഷണമാണെങ്കിലും മറ്റു വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ടാർപോൾ കെട്ടിയ ഒരു കുടിലിൻ്റെ ഉള്ളിലാണ് ജീവിതമെങ്കിലും വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവർക്ക്, പരസ്പരം സ്നേഹമുള്ളവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റുകയാണെങ്കിൽ അവരാണ് ശരിക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉറങ്ങുന്ന ആളുകൾ. അന്നോടൊന്ന് കൂലിവേലയ്ക്ക് പോകുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ വലിയ സമ്പന്നരായ ആളുകളെക്കാൾ എത്രയോ സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരാണ് അവർ എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം അവർ രാവിലെ ഇറങ്ങിപ്പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അവർ ആ പൈസ കൊണ്ട് ആഹാര സാധനങ്ങൾ വാങ്ങി പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ച് സന്തോഷത്തോടുകൂടെ മക്കളോടൊപ്പം ഇരുന്ന് കഴിച്ച് സുഖമായി അവർ ഉറങ്ങുന്നു. ആ ഉറങ്ങുന്നവരുടെ സന്തോഷം ഒരു സമ്പന്നനായ ഒരാൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. സമ്പത്തുള്ളവന് അവന് ലക്ഷങ്ങളുടെ കടങ്ങളാണ്,
പലർക്കും കൊടുക്കാനുണ്ട്. ബിസിനസ് പരമായിട്ടായിക്കോട്ടെ, മറ്റു പല രീതികളിലും അവൻ നാളെ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് അവന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. സുഖമില്ലാത്തത്, അസുഖത്തിൻ്റെ പേരിൽ അവർ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ആ രീതിയിലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. ഭാര്യയും ഭർത്താവുമായി നല്ല നിലയിലല്ല. ഒരു വീട്ടിലാണ് കിടക്കുന്നതെങ്കിലും 2 കട്ടിലിലാണ് കിടക്കുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളാൽ ജീവിക്കുന്നവരാണ് സമ്പന്നരായ ആളുകളെ പലരെയും നാം എടുത്തു നോക്കും. എന്നാൽ സാധാരണക്കാരായ ആളുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 90% ആളുകളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ സമ്പത്ത് ആരെങ്കിലും കട്ടുകൊണ്ടുപോകുമെന്ന് ഒരു ഭയം അവർക്കില്ല. അവർക്ക് കൊടുക്കാൻ വലിയ വലിയ തുകകൾ ആർക്കും കൊടുക്കാനുണ്ടാവില്ല. ഇനി അഥവാ ആർക്കും കൊടുക്കാനുണ്ടെങ്കിൽ 500 1000 അങ്ങനെയുള്ള ചെറിയ കടകൾ, അതൊരു ദിവസം ജോലിക്ക് പോയാൽ അത് കൊടുക്കാവുന്ന ഒരു കേസ്. ഇങ്ങനെയുള്ള ജീവിതത്തെ അവർ അവരുടെ വരുമാനങ്ങൾക്കനുസരിച്ച് ഒപ്പിച്ചു കൊണ്ടുപോവുകയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ സാധാരണക്കാരുണ്ട്. ശരിക്കും അവരാണ് റിച്ച് ഫാമിലി എന്നുള്ളത്. അവർക്ക് സ്നേഹമുണ്ട്. അവരുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അവർ ആ ചെറിയ വലിയ ആഡംബരങ്ങളില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി മക്കളോടൊപ്പം അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് അവർ ഒരു പാത്രത്തിലും ഒരുമിച്ചിരുന്നും ഭക്ഷണം കഴിച്ച് സന്തോഷം കൊണ്ടാടുന്ന ചെറിയ ചെറിയ കുടുംബങ്ങളെ, അല്ലെങ്കിൽ സാധാരണക്കാരായ കുടുംബങ്ങളെ പലപ്പോഴും കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ കുടുംബങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവരെത്രയോ ഭാഗ്യവാന്മാരാണ്. സമ്പത്തില്ല, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പറഞ്ഞു നടക്കാൻ മേനിയില്ല, എനിക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, എനിക്ക് വലിയ വണ്ടിയുണ്ട്, എൻ്റെ മകൻ UK-യിലാണ്, മകള് അമേരിക്കയിലാണ് എന്നൊക്കെ പറയാനുള്ള പൊങ്ങച്ചം പറയാനുള്ള വാക്കുകളൊന്നും അവർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടുകൂടി വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഒരു മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് പരസ്പരം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഒരു റിച്ച് ജീവിതം ലഭിക്കുക, നല്ല സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, മക്കൾ വാപ്പയും ഉമ്മയെയും സ്നേഹിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതം കുടുംബത്തിൽ നിന്നാണ് നമ്മൾ സ്നേഹം കണ്ടു വളരേണ്ടത് മക്കൾ. അപ്പം നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം എങ്ങനെയാണോ അത് കണ്ടു വേണം നമ്മുടെ ആൺമക്കളും പെൺമക്കളും വളർന്നു വരാൻ. ആ ജീവിതം കണ്ടു വേണം അവരെന്താണ് സന്തോഷം, ജീവിതത്തിൽ എന്താണ് സന്തോഷമെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സ്നേഹം കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്ന മക്കളായി അവർക്ക് വളർന്നു വരാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭാര്യയുടെ വായിലേക്ക് ഭർത്താവ് ഭക്ഷണം എടുത്തു വെച്ച് കൊടുക്കണം. തിരിച്ചും ആരുടെ മുന്നിൽ വെച്ചാൽ സ്വന്തം മക്കളെ മുന്നിൽ വെച്ച് മക്കൾ കാണത്തക്ക രൂപത്തിൽ തന്നെ ചെയ്യണമെന്നാണത്. എന്തിനാണ്? പരസ്പരമുള്ള ഭാര്യ ഭർത്താവ്, വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ സ്നേഹം സ്വന്തം മക്കൾ കാണട്ടെ. ഇങ്ങനെയാണ് സ്നേഹിക്കുവാനുള്ളതെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ അവർക്ക് ആ രൂപത്തിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തിയാൽ ആ കുട്ടികൾ വളർന്നാലും വലുതായാലും അവരുടെ ഇമാജിൻ, അവർ കണ്ടു വളർന്നത്, അവരുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പഴയ ആളുകളിൽ പല ആളുകളും മരണപ്പെട്ടു പോയ ചില ആളുകളെക്കുറിച്ച് ചില മക്കൾ പറയാറുണ്ട്, എൻ്റെ വാപ്പയും ഉമ്മയും ഉള്ള ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട്.
കാരണം മരിക്കുന്ന സമയം വരെയും ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അവരൊരുമിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അവർ എവിടെയെങ്കിലും പോകുന്നില്ല, ഒരുമിച്ച് മാത്രമേ അവർ പോകുമായിരുന്നുള്ളൂ. പിന്നെ ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് വരാതെ അമ്മ ഉറങ്ങില്ലായിരുന്നു, ഉമ്മ ഉറങ്ങില്ലായിരുന്നു. അങ്ങനെ പറയുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. ശരിക്കും അതാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടായിരുന്നത്. പണ്ട് കാലങ്ങളിൽ വളരെയധികം സ്നേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ലവ് മാരേജുകൾ വളരെ കുറവായിരുന്നു അല്ലേ? കാരണം അന്നുള്ളവർ അഥവാ ആരെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹിച്ചവരെ തന്നെ കെട്ടും, വിവാഹം കഴിച്ച് ജീവിക്കും. അതാണ് അങ്ങനത്തെ ഒരു ഇതാണ്. ആർക്കെങ്കിലും അങ്ങനെ സാധിക്കാതെ വന്നാൽ അവൻ പിന്നെ വിവാഹം കഴിക്കാതെ കാലങ്ങളോളം ജീവിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ മരിക്കോളം ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അതാണ് അവരുടെ അന്നത്തെ സ്നേഹത്തിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു, സ്നേഹത്തിന്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരാൾക്ക് സ്നേഹിക്കുന്നവരെ നമ്മൾ ഇന്നത്തെ ന്യൂ ജനറേഷനെ കുറിച്ച് മനസ്സിലാക്കിയ 4ഉം 5ഉം എണ്ണ അറിയത്തില്ല എത്ര പേരുണ്ടെന്നുള്ളത്. അവരെല്ലാം ഇങ്ങനെ സ്നേഹിക്കുക, കാണുന്നവരെയൊക്കെ സ്നേഹിക്കുക. അപ്പം സ്നേഹത്തിനൊരു വിലയില്ല. അങ്ങനെ ആയിരുന്നില്ല പണ്ട്. അപ്പോൾ ഒരാളെ സ്നേഹിച്ചാൽ അവരെ മാത്രം സ്നേഹിച്ച് അവരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. അപ്പം ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹം കഴിക്കണം എന്ന് വാശിയോടുകൂടി ആ ഒരൊറ്റ ആളെ മാത്രം സ്നേഹിച്ച് ജീവിക്കുമായിരുന്നു. ഇന്നത്തെ കാലം അതൊക്കെ പോയി. പഴയ കാലത്തിന് സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു, എല്ലാ നിലയിലും. അത് പരസ്പരം കമിതാക്കളിൽ മാത്രമല്ല, വീടുകളിലാണെങ്കിലും ഉമ്മയ്ക്ക് മക്കളോടും, മക്കൾക്ക് ഉമ്മയോടും പാപ്പയോടും കുടുംബത്തോടും ഒക്കെ ഉള്ള, സഹോദരങ്ങളോടൊക്കെ ഉള്ള സ്നേഹം, പഴയ കാലത്തുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരസ്പരം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണം. അതിലൂടെ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.